നമസ്കാരം, ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഈ അധ്യായത്തിലൂടെ ഭഗവാനുമായി ബന്ധപ്പെട്ട നിങ്ങൾ ഈ സമയം അറിഞ്ഞിരിക്കേണ്ടതായ ചില പ്രധാന കാര്യങ്ങളെ കുറിച്ചാണ് പരാമർശിക്കാനായി പോകുന്നത്. ഭഗവാൻ നിങ്ങളിലേക്ക് ഇറങ്ങി വരുന്ന സാഹചര്യമാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങി ചെല്ലുവാൻ സാധിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് എന്നതാണ് വാസ്തവം. പലപ്പോഴും നിങ്ങൾ നിശബ്ദമായി ഇരുന്നിരുന്ന സാഹചര്യമാണ് ജീവിതത്തിൽ ഉണ്ടായിരുന്നത് എന്നത് വാസ്തവം തന്നെയാണ്. പലപ്പോഴും പല കാര്യങ്ങളും മനസ്സിലാക്കുവാൻ പ്രയാസപ്പെട്ടിരുന്ന സാഹചര്യവും ജീവിതത്തിലുണ്ട്. എന്നാൽ ഈ സമയം നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ പല രീതിയിലും ചിന്തകൾ നിങ്ങളെ വളരെയധികം ബാധിച്ചിരിക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. അതിൽ നിന്നും ഒരു മാറ്റം നിങ്ങൾ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്. ഈ സമയം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ ചിന്തകളെ അല്പം കുറച്ച് മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാണ് എന്നുള്ളതാണ്. പല കാര്യങ്ങളിലും നിങ്ങൾ നിശ്ചലമായി നിന്നിരുന്ന സാഹചര്യം ജീവിതത്തിലുണ്ട് എന്നുള്ളതാണ്. അവിടെ നിന്നും ഒരു മാറ്റം നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന കാര്യം ഓർക്കുക. ഈ സമയം നിങ്ങൾ കേൾക്കാൻ പോകുന്നത് ഭഗവാനുമായി ബന്ധപ്പെട്ട നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന കാര്യങ്ങൾ തന്നെയാണ്. അത് തന്നെയാണ് ഈ സമയം ഭഗവാൻ നിങ്ങളിലേക്ക് പകർന്നു നൽകുന്നത് എന്ന കാര്യം നിങ്ങൾ ഓർക്കുക. ഈ സമയം നിങ്ങളുടെ ആത്മാവിനെ, ദൈവാംശമായ ആത്മാവിനെ ഉണർത്തുവാനുള്ള ഒരു അവസരം ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്നു എന്ന വ്യക്തമായ സന്ദേശം തന്നെയാണ് ഇവിടെ ഉള്ളത്. ഈ സമയം ചില ഇടപെടലുകൾ ഭഗവാനുമായി ബന്ധപ്പെട്ട് സംഭവിക്കും എന്ന കാര്യം ഓർക്കുക. ഈ സമയം നിങ്ങൾ മനസ്സിലാക്കേണ്ടതായ കാര്യം, നിങ്ങളുടെ ജീവിതത്തിൽ എന്താണോ നിങ്ങൾ ചെയ്യേണ്ടത് ആ കാര്യങ്ങൾ കൃത്യതയോടെ നിങ്ങൾ പ്രവർത്തിക്കൂ. ഇതൊരു ജനറൽ റീഡിംഗ് തന്നെയാണ്. അതിനാൽ നിങ്ങളുടെ ജീവിതവും ജീവിത സാഹചര്യങ്ങളും ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം ഇതിൽ നിന്നും നിങ്ങൾ സ്വീകരിക്കുക. മറ്റു കാര്യങ്ങൾ പൂർണ്ണമായും നിങ്ങൾ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഭഗവാനുമായി ബന്ധപ്പെട്ട ആ വാക്കുകൾ അത് കൃത്യതയോടെ മനസ്സിലാക്കി തന്നെ മുന്നോട്ട് പോകൂ. ഓം നമഃശിവായ എന്നോ ഓം ഹ്രീം നമഃശിവായ എന്നോ കമന്റായി രേഖപ്പെടുത്തി ഏവരും ഭഗവാനെ വന്ദിക്കൂ. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ വളരെയധികം മുറിവുകളായി നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്നിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്നത് വാസ്തവം തന്നെയാണ്. എന്നാൽ ആ മുറിവിനെ ഉണർത്തുവാനുള്ള ഒരു സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ ജീവിതത്തിന്റെ ഗതി അല്ലെങ്കിൽ സാഹചര്യം തന്നെ മാറി മറിയുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതൊരു സാധാരണ നിമിഷമായി തന്നെ ഒരിക്കലും പരാമർശിക്കുവാൻ സാധിക്കുന്നതല്ല. നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ പ്രപഞ്ചത്തിലെ ഓരോ കാര്യങ്ങളും അല്ലെങ്കിൽ നിങ്ങൾക്ക് ചുറ്റുമുള്ള ഓരോ കാര്യങ്ങളും കൃത്യതയോടെ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അനുകൂലമായി തന്നെ പല കാര്യങ്ങളും നിങ്ങൾക്കായി നിലയുറപ്പിച്ചിരിക്കുന്ന സാഹചര്യമുണ്ട്. എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങളിലേക്ക് കടന്നു വരുന്ന ഒരു സാഹചര്യം ജീവിതത്തിലുണ്ട് എന്നുള്ളതാണ്. ഈ സമയം എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങളിലേക്ക് വർഷിക്കുവാൻ തയ്യാറെടുക്കുന്ന സാഹചര്യമാണ് ജീവിതത്തിലുള്ളത്. ഈ സമയം നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഒന്നും വെറുതെയല്ല എന്ന് കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ജ്ഞാനത്തിന്റെ സമൃദ്ധിയുടെ ഒരു അവസരം നിങ്ങളിലേക്ക് ഭഗവാൻ നൽകാം എന്ന സൂചനയാണ് ഉള്ളത്. പല കാര്യങ്ങളും നിങ്ങൾക്ക് മുൻപിൽ തെളിയിക്കപ്പെടുന്ന സാഹചര്യമുണ്ടായി എന്ന് വരാം. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴും ആരുമില്ല എന്നൊരു തോന്നൽ നിങ്ങളെ വളരെയധികം ബാധിച്ചിരിക്കുന്ന സാഹചര്യമുണ്ട്. അത് പലപ്പോഴും നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് പ്രകടമാകുന്നു എന്നുള്ളതാണ്. പല കാര്യങ്ങൾ കൊണ്ടും നിങ്ങൾ വളരെയധികം കരഞ്ഞിരിക്കുന്നതായ സാഹചര്യമുണ്ട്. ഈ സമയം നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ വളരെയധികം പ്രയാസങ്ങൾ നിങ്ങൾ ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. നിങ്ങളുടെ മുൻപിൽ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുൻപിൽ നിങ്ങൾ കാണിച്ചിരിക്കുന്നതായ ധൈര്യം പലപ്പോഴും നിങ്ങൾക്ക് പ്രകടമാക്കുവാൻ സാധിക്കുന്നില്ല എന്നത് വാസ്തവമാണ്. അത് തുടർന്നു കൊണ്ടുപോകുവാൻ സാധിക്കാത്ത സാഹചര്യമുണ്ട്. എന്നാൽ നിങ്ങളുടെ ഹൃദയത്തിലെ ഭാരം അത് തീർച്ചയായും ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. ഈ സമയം ദുഷ്കരമായ പല കാര്യങ്ങളെയും ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ സാധിക്കും. ഈ സമയം പല കാര്യങ്ങളെയും നിങ്ങൾ സഹിക്കണം. അത്തരമൊരു ചിന്ത ഉണ്ട് എങ്കിൽ തീർച്ചയായും അത് ഒഴിവാക്കപ്പെടേണ്ടതാണ്.
ഈ സമയം പല സംശയങ്ങളെയും ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ സാധിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കടന്നു പോയിട്ടുള്ളതായ സാമ്പത്തിക ഭാരങ്ങൾ, ഞെരുക്കങ്ങൾ, ഇത്തരം കാര്യങ്ങൾ ഒഴിവാക്കപ്പെടേണ്ടതാണ്. മാനസികപരമായ ഒറ്റപ്പെടലുകൾ പലപ്പോഴും നിങ്ങൾക്കുണ്ട്. വൈകാരികമായ തകർച്ച നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടുണ്ട് എന്നുള്ളതാണ്. പല കാര്യങ്ങളിലും നിങ്ങൾ തളർന്നു പോയിരിക്കുന്ന സാഹചര്യമുണ്ട്. എന്നാൽ മുന്നോട്ടുള്ള വഴി അത് കൃത്യമായി മനസ്സിലാക്കുവാൻ സാധിക്കും. പ്രതീക്ഷകളോടെ മുന്നോട്ട് പോകുവാൻ സാധിക്കും എന്നുള്ളതാണ്. പല കാര്യങ്ങളിലും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന വിഷമകരമായ സാഹചര്യങ്ങളെ തരണം ചെയ്യുവാൻ സാധിക്കും. ആഴമേറിയതായ പല സത്യങ്ങളും ഈ സമയം നിങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകും. ഈ സമയം നിങ്ങൾ ഒറ്റയ്ക്കായിരുന്നില്ല എന്ന കൃത്യമായ ബോധ്യം നിങ്ങളിലേക്ക് വന്നു ചേരാം. ഈ സമയം ഭഗവാൻ നിങ്ങൾക്കൊപ്പമുണ്ട് എന്ന കൃത്യമായ സന്ദേശം തന്നെയാണ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത്. ഈ സമയം വിശ്വാസം മുറുകെ പിടിച്ച് മുന്നോട്ട് പോവുക. അദൃശ്യമായ കരങ്ങൾ തന്നെയാണ് നിങ്ങളെ കൈപിടിച്ചുയർത്താൻ പോകുന്നത് എന്ന കാര്യം ഓർക്കുക. തീവ്രമായ ഒരു തയ്യാറെടുപ്പ് തന്നെയാണ് നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടുള്ളത്. പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ശക്തിപ്പെടുത്തുവാൻ സഹായിച്ചിട്ടുണ്ട്. ശക്തമായ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങളുടെ പ്രതിസന്ധികളെ തരണം ചെയ്ത് മുന്നോട്ട് പോകുന്നതിലൂടെ അത് സാധിക്കുന്നു എന്ന സാഹചര്യമാണ് ഉള്ളത്. ഈ സമയം നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ പലവിധ അനുഗ്രഹങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയും നിങ്ങളുടെ ആത്മാവിനെ പാകപ്പെടുത്തുവാൻ സാധിക്കും എന്നുള്ളതാണ്. കഠിനമായ പല സാഹചര്യങ്ങളെയും തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും. ഈ സമയം നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴും കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നതായ സാഹചര്യമുണ്ട്. എന്നാൽ അത് വെറുതെയാകില്ല എന്ന കാര്യം നിങ്ങൾ ഓർക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം നിറയുവാനുള്ള അവസരങ്ങൾ വന്നു ചേരാം. നിങ്ങളുടെ ജീവിതത്തിൽ ആന്തരികമായ ശക്തി വർദ്ധിപ്പിക്കുവാൻ സാധിക്കും. ഈ സമയം നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ വിശ്വാസം വർദ്ധിക്കുന്ന സാഹചര്യമുണ്ട്. ഭയത്തെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും. പ്രകാശത്തിലേക്ക് പ്രവേശിക്കുവാൻ സാധിക്കും. പലപ്പോഴും ഭയം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്നത് വാസ്തവമാണ്. എന്നാൽ അത് മിഥ്യാധാരണയായിരുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. മനസ്സിൽ രൂപപ്പെടുന്നതായ പല കാര്യങ്ങളും ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ തെറ്റായി മാറുന്ന സാഹചര്യമുണ്ട് എങ്കിൽ അതിലെ സത്യങ്ങൾ കൃത്യതയോടെ മനസ്സിലാക്കി മുന്നോട്ട് പോകുവാൻ സാധിക്കും. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും തെറ്റായി സംഭവിക്കുമോ എന്നൊരു ചിന്ത നിങ്ങൾക്കുണ്ട്. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാം ശരിയാകും എന്നൊരു ബോധ്യമുണ്ട് എന്നുള്ളതാണ്. ഈ സമയം നിങ്ങളുടെ ജീവിതത്തെ തളർത്തുവാൻ പലരും ശ്രമിക്കുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തിച്ചേരുവാൻ സാധിക്കുന്ന ഒരു സാഹചര്യം ജീവിതത്തിൽ രൂപപ്പെടാം എന്നുള്ളതാണ് വാസ്തവം. ഈ സമയം നിങ്ങളുടെ ജീവിതത്തെ കൃത്യമായി തന്നെ മനസ്സിലാക്കി മുന്നോട്ട് പോവുക. തോൽവിയില്ല, മറിച്ച് പല കാര്യങ്ങളിലും വിജയങ്ങളാണ് വന്നു ചേരുക. സ്വപ്നങ്ങൾ, ആഗ്രഹങ്ങൾ അതെല്ലാം ജീവിതത്തിലേക്ക് കൃത്യതയോടെ കൊണ്ടുവരുവാനും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കുവാനും സാധിക്കും. ഈ സമയം പല കാര്യങ്ങളിലും നിങ്ങൾക്ക് പിടി അയക്കുവാൻ സാധിക്കുകയും കൃത്യമായ സ്ഥലങ്ങളിൽ നിങ്ങളുടെ സ്വാധീനം ചെലുത്തുവാൻ സാധിച്ചു എന്ന് വരാം. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളിലും ഒരു അനുകൂല സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടുവാനുള്ള സാഹചര്യം രൂപപ്പെടും എന്നുള്ളതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ കാലിടറി വീഴുന്നതായ സാഹചര്യത്തിൽ അത് ഭഗവാൻ നിങ്ങളെ കാക്കുന്നതായ സാഹചര്യങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ്. പ്രാർത്ഥനകൾക്ക് ഫലം ഉണ്ടാകില്ല എന്ന സാഹചര്യമുണ്ട് എങ്കിൽ, അത്തരം ചിന്തകളുണ്ട് എങ്കിൽ അത് ഒഴിവാക്കണം എന്ന കാര്യം ഓർക്കുക. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ ക്ഷമ നശിക്കുന്നു എങ്കിൽ അതിനെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ്. ദൈവികമായ അനുകൂല സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ഈ സമയം പല കാര്യങ്ങളിലും കൃത്യമായ ഒരു പ്ലാൻ നടപ്പിലാക്കി മുന്നോട്ട് പോകുവാൻ സാധിക്കും. വരാനിരിക്കുന്ന വലിയ അനുഗ്രഹങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും എന്നുള്ളതാണ്. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളെയും ബലപ്പെടുത്തി മുന്നോട്ട് പോകുവാൻ സാധിക്കും. ആന്തരികമായ അടിത്തറ പല കാര്യങ്ങളിലും ഉണ്ടാക്കിയെടുക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. ഈ സമയം നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ കൃത്യമായ സമയം പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ബോധ്യപ്പെടും എന്നും
നിങ്ങളുടെ ജീവിതത്തിൽ വ്യത്യസ്തമായ രീതിയിൽ മുന്നോട്ട് പോകുവാൻ സാധിച്ചു എന്ന് വരാം. കഠിനമായ പരീക്ഷണങ്ങളിലൂടെ മുന്നോട്ട് പോകുന്ന നിങ്ങൾക്ക് അതിൽ നിന്നും ഒരു മാറ്റം സാധ്യമാകാവുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ സമയം വിശ്വാസം അനിവാര്യമാണ്. വിശ്വാസത്തോടെ തന്നെ മുന്നോട്ട് പോകൂ. ഈ സമയം പല കാര്യങ്ങളിലും ഒരു തയ്യാറെടുപ്പ് നിങ്ങൾക്ക് നടത്തുവാൻ സാധിച്ചു എന്ന് വരാം. ഈ സമയം നഷ്ടമാണ് എന്ന് കരുതുന്നതായ ചില കാര്യങ്ങൾ, അതേക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുവാനും ചില കാര്യങ്ങൾ ഒഴിവാക്കുവാനും ഭാവിയിലേക്ക് ഗുണകരമായ കാര്യങ്ങളെ കൂടെ കൂട്ടുവാനും സാധിച്ചു എന്ന് വരാം. ഈ സമയം തീർച്ചയായും ഒരു അവസരം തന്നെയാണ് കടന്ന് വന്നിട്ടുള്ളത്. അത് കൃത്യമായി വിനിയോഗിച്ച് മുന്നോട്ട് നീങ്ങൂ.